ചിരിയുന്നില്ല, ഇവർക്ക് എന്താ പറയുക, വിമർശിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ വരുന്നുണ്ട്. അതിലെ കുറച്ച് ആൾക്കാരാണ് കാണിച്ചു കേട്ടാ പേടിച്ച് പിന്മാറുന്നത്. നമ്മളെ വിമർശനം രണ്ട് രീതിയിലാണ്. ഒന്നെന്നറിയാവോ, നെഗറ്റീവ് ഉണ്ടെങ്കിൽ വിമർശിക്കാൻ വേണ്ടി വിമർശിക്കാൻ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ കാര്യം, മലയാള സിനിമയിൽ 47 വർഷം കൊണ്ട് ഒരു വില്ലനായി 47 വർഷം കൊണ്ട് ഒരു വില്ലൻ കഥാപാത്രത്തിലൂടെ വന്ന് മലയാള സിനിമയെ മാറ്റിമറിച്ച മഹാനടനായി മാറിയ മോഹൻലാൽ, അദ്ദേഹം ഒരു നടനാണ്. ശ്രദ്ധിച്ചു, ഇവർ ഈ നെഗറ്റീവ് ഇമ്പാക്ട് ഇവർ നിങ്ങൾ കാണിക്കണം. കാരണം എന്താ പറയുക, വിമർശിക്കാൻ വേണ്ടി മാത്രം വരുന്നവരാണ്. ഞങ്ങൾ പറയുന്നത് ഇത് കുട്ടികൾക്കുള്ള സിനിമയാണ്, ഇത് കുട്ടികൾ കാണേണ്ട സിനിമയാണ്. കാരണം 3D എഫക്ട്സ് നമ്മൾ ചിന്തിക്കണം. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞ ഒരു കാര്യം, മലയാള സിനിമയിലെ മഹാനടൻ വില്ലനായി വന്നു, നടനായി മാറി, പാട്ടുകാരനായി മാറി, നിർമ്മാതാവായി മാറി, ഇപ്പോൾ ഇതാ ഒടുവിൽ സംവിധായകൻ. ആ സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരു 3D സിനിമ. ആ 3D സിനിമയ്ക്ക് ആ സിനിമ കാണാൻ വേണ്ടി വന്ന് വിമർശിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടു വിലയിരുത്തും, മലയാളികളെ നിങ്ങൾ കണ്ടു വിലയിരുത്തും. ഒറ്റ കാര്യം, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ വിമർശനം പറയൂ. കാരണം എന്താ പറയുക, വിമർശിക്കാൻ വേണ്ടി ഒരു വിമർശനത്തിന് വേണ്ടി ആരും വരരുത്. ഇത് കുട്ടികൾക്കുള്ള സിനിമയാണ്, കുട്ടികൾ ഉറപ്പായിട്ട് സ്വീകരിക്കും, യാതൊരു സംശയവും. ബറോസ് എന്നൊരു കഥാപാത്രത്തെ വളരെ നല്ല രീതിയിൽ ട്രിപ്പിൾ റോൾ ഹാൻഡിൽ ചെയ്തിരിക്കുന്നു. ആസ് എ സംവിധായകൻ, അതിനകത്ത് ഒരു പാട്ടുകാരൻ, അതിലുപരി ഒരു നടൻ. ഈ മൂന്ന് കാര്യങ്ങളും ഇന്നേ വരെ മലയാള സിനിമയിൽ ആരും ചെയ്തിട്ടില്ല, ഇനി ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്താ പറയുക, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കളൂ, വിമർശനത്തിന് വേണ്ടി മാത്രം എന്താ പറയുക, ഇല്ല ഓടാനൊന്നുമില്ല, ഇത് തർക്കമൊന്നുമില്ല. പറയൂ, നിങ്ങൾ പറയൂ, ജനങ്ങൾ വിലയിരുത്തട്ടെ, പറയാനുള്ള വീഡിയോസിനോട് പറയൂ, വിമർശനമല്ല. കാരണം എന്താ പറയുക, അംഗീകരിക്കുന്നല്ലോ. നിങ്ങൾ പറഞ്ഞ 47 കൊല്ലം പാട്ട് സംവിധാനം, ഞാൻ പോകുന്നില്ല, ഇവിടെ ഉണ്ട് ഞാൻ പോകുന്നില്ല. പടം നല്ല പടം, കുട്ടികൾക്കുള്ള പടം, നല്ല പടം. അതാണ് പറഞ്ഞത്. ഒരിക്കലും, കാരണം അത് ഫാബ്രിക്കേറ്റഡ് ആണ്, അതൊരിക്കലും ക്യാപ്പിക്കാൻ പറ്റത്തില്ല. മനസ്സിലായ എന്റെ കൂടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, വിമർശിക്കാൻ വേണ്ടി മാത്രം വരുന്നവർക്ക് വിമർശനമാണ്, നെഗറ്റീവായിട്ട് പറയുന്നവർക്കൊന്നുമില്ല. തീർച്ചയായും അതുകൊണ്ടാണ് പറയുന്നത്, ഇത് കുട്ടികളുടെ സിനിമയാണ്, കുട്ടികൾ അക്സെപ്റ്റ് ചെയ്യും. 3D വിശ്വം അത് വല്ല രീതിയിൽ ഇതിന് പറഞ്ഞില്ല. ഓക്കെ, കുട്ടികൾ കണ്ട് വിലയിരുത്തട്ടെ. ഇവിടെ കണ്ട കുട്ടികളുടെ റിവ്യൂ പുറത്തു പോയിട്ടുണ്ട്. ഓക്കെ.